ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. നമുക്ക് ഇന്ന് ഒരു സ്നാക്സാണ്. ഈ റംസാൻ കാലത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് അവൽ വട. ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് 5 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. മുകളിൽ ക്രിസ്പായിട്ടും അകം സോഫ്റ്റായിട്ടും ഉള്ള ഒരു വടയാണ്. ഇത് കൊടുക്കുമ്പം നമ്മൾക്ക് എന്ത് വടയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. അവൽ വട ഉണ്ടാക്കാനായിട്ട് ഇവിടെ 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് തിക്കുമല്ല ഒരുപാട് തിന്നുമല്ലാത്ത മീഡിയം സൈസ് അവലാണ്. ഇത് നമുക്ക് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഒന്ന് ഇറുത്തെടുക്കാം. അവൽ നല്ലതുപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചമ്പ അവലാണ്. വൈറ്റ് അവലായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ എടുത്താൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അവൽ നല്ലതുപോലെ വാഷ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് നല്ലതുപോലെ കുതിർന്നിട്ടുമുണ്ട്. ഇത് ലൈറ്റ് അവലായതുകൊണ്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് നറുക്കിയത്, 1 പച്ചമുളക് ചെറുതായിട്ട് നറുക്കിയത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നറുക്കിയത്, കുറച്ച് മല്ലിച്ചീര ചെറുതായിട്ട് നറുക്കിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നറുക്കിയത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ബേസിൻ ഫ്ലവർ, 2 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവർ. ഇത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 2 ടേബിൾ സ്പൂൺ. ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ തൈര്, എല്ലാം കൂടി നമുക്ക് വടമാവിൻ്റെ പക്വത്തിൽ കുഴച്ചെടുക്കാം. 1 നുള്ള് കായപ്പൊടി മണത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഉളുന്ത് വടയ്ക്കൊക്കെ ഇടുന്നത് പോലെ കുഴച്ചെടുക്കാം. ഒരുപാട് കട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് വെള്ളം തെളിക്കാം. കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് വച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാം. നമുക്കിനി വടകൾ തട്ടിയിടാം. സാധാരണ ഉഴുന്ന് വട ചുടുന്നത് പോലെ തന്നെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഒരു റോള് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് ഇവിടെ ചീനച്ചട്ടിയിൽ എണ്ണ വെച്ച് കാഞ്ഞിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത്. കാഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത്. ഇനി ഓരോരോ വടകളായിട്ട് നമുക്ക് തട്ടിയിടാം. അവരവരുടെ ചീനച്ചട്ടിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് എത്ര എണ്ണ വേണമെങ്കിലും ഇടാം. ഇനി ഇത് നമുക്ക് തിരിച്ചിടാം. നമ്മുടെ വടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇനി അടുത്ത സെറ്റും ഇതുപോലെ ഇട്ടെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ അവൽ വട റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഒരു സ്നാക്സാണ്. ഇത് മുകളിൽ നല്ല ക്രിസ്പായിട്ടും അകത്ത് നല്ല സോഫ്റ്റായിട്ടുമുള്ള ഒരു വടയാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് ഉഴുന്ന് കുതിർക്കാൻ വച്ചില്ല, പരിപ്പ് കുതിർക്കാൻ വച്ചില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. അവലുണ്ടെങ്കിൽ പെട്ടെന്ന് 5 മിനിറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക്
ഉള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാക്കി കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.